അപ്പോൾ രാജി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോണത് എന്താന്ന് വെച്ചാലേ മുടി ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് കറുപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാക്കി കാണിച്ചു തരികയാണ്. അതിന് ഞാൻ തേച്ചിട്ടും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ തലയിൽ ഞാൻ തേച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പം എൻ്റെ മുടി നരച്ച് വന്നു, ഡൈ ഒക്കെ പോയി. അപ്പം ഇനി ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് ആദ്യം വേണ്ടത് കട്ടൻ ചായ. അതിന് ഡിക്കോഷൻ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണോ, 2 സ്പൂണ് വേണം, 1.5 സ്പൂണ് മതി. 1.5 സ്പൂണ് വീട്ടിലെ ചായപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. കാപ്പിപ്പൊടി അതുപോലെ ഏത് വേണമെങ്കിലും എടുക്കാം. എനിക്കിവിടെ കിട്ടിയ ഒരു കാപ്പിപ്പൊടിയാണ്, ഈ കടയിൽ നിന്ന് കിട്ടിയ കാപ്പിപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ 1 സ്പൂണ് ചായപ്പൊടി, 1.5 സ്പൂണ് ചായപ്പൊടി, 1 സ്പൂണ് കാപ്പിപ്പൊടി, ഇതുകൊണ്ട് ഡിക്കോഷൻ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് കുറുകി വരണം കേട്ടോ. ഇത് ഒന്നുമല്ല, നമ്മൾ ഇതിൽ എന്താ ചേർക്കണേന്ന് അറിയോ? നമ്മളുടെ പനിക്കൂർക്കട ഇല ഒരു പിടി, അത് നമുക്ക് ഒരു പിടി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മുടിയിലേക്കൊക്കെ, നിങ്ങൾക്ക് എത്ര മുടി ഉണ്ടോ, എത്ര നര ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ അളവ്. അല്ലാതെ നമുക്ക് ഇത്ര അളവിൽ എടുക്കാം, ഇന്ന പോലെ ചെയ്തോളൂ അത്രയില്ലേ. നമ്മളെ മുടിയുടെ നരപ്പിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇത്. ഡിക്കോഷൻ ഉണ്ടാക്കി ഇത് ഏകദേശം കുറുകി വന്നു. ഇതിനി നമ്മൾ ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമ്മളിത് എന്ത് ചെയ്യണമെന്നോ, തണുക്കാൻ വെക്കുകയാണ്. തണുക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ എന്താ വേറെ ചേർക്കണ ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ പറഞ്ഞു. സാധനങ്ങൾ നമ്മളെ മെയിൻ നമ്മളെ ചെമ്പരത്തിപ്പൂവാണ്. 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂവ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം കേട്ടോ. നിങ്ങളെ വീട്ടിലുള്ളതാണ്, പൈസ ചെലവില്ലാത്തതാണ്, നമുക്ക് വിശ്വസിച്ച് തലയെ തേക്കാൻ പേടിക്കേണ്ട, ചൊറിയില്ല, ഒന്നുമില്ല. അത് നിങ്ങൾ കൊടുന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ഇതൊക്കെ നമ്മൾ കളഞ്ഞോളൂ കേട്ടോ. ഈ സാധനങ്ങളും അതുപോലെ മൂട്ടിലെ ഞെട്ടിയും കളഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക, അത് 1 ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. കണ്ടല്ലോ, ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് 1 പിടി പനിക്കൂർക്കട ഇല. അതും നമുക്ക് മുടിയുടെ എത്രണ്ട് വേണം വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ. ഞാൻ എന്താ ഒരു പിടി ഒരു 10-15 ഇല എടുത്തണു, ഒരു 5-6 ചെമ്പരത്തിപ്പൂ എടുത്തണു. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇനി നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ഡിക്കോഷൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് കൂട്ടി നമ്മളിത് നന്നായിട്ട് എത്രയും അരയോ അത്രയും അരക്കുകയാണ്. എന്നിട്ട് നമ്മളിത് കലക്കി തലേ ദിവസം ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ ഇരുമ്പിന്റെ ഇങ്ങനത്തെ ഒരു ഇതിൽ പാർന്നിട്ട് നമ്മളിത് കൂട്ടി വെക്കണം. ഈ ഡിക്കോഷൻ കൂട്ടി നന്നായി അരച്ച സാധനം. എന്നിട്ട് ഇതൊരു 10 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് തലയിൽ തേക്കാവുള്ളൂ. ഇത് ഞാൻ അരച്ച് കൊണ്ടട്ടെ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കണം കേട്ടോ. അത് വെള്ളം കൂടിയെന്ന് പറയാൻ പാടില്ല. ഇതിൽ നമ്മൾ ഇനി വേറെ ഒന്നും ചേർത്തണില്ല. ഇത് നമ്മളിപ്പോൾ ടൈറ്റ് ആയിട്ട് അരച്ച് വെച്ചിട്ട് ഇനി കുറവുണ്ട് വെച്ചാൽ ഇത് പാർന്ന് കലക്കി വെച്ചാൽ മതി കേട്ടോ. പിന്നീട് ഞാൻ ഇത് അരച്ച് കൊണ്ടട്ടെ. നിങ്ങൾ ഇങ്ങനെ ഒരു ഇരുമ്പിന്റെ കടായി തന്നെ അത് പാർന്ന് വെക്കണം. ഇതിന് നമ്മൾ കുറുക്കും ഒന്നും വേണ്ട കേട്ടോ. ഇത് നമ്മളിനി രാവിലെ 10 മണിക്കൂറോ 12 മണിക്കൂറോ കൂടുതൽ സമയം ഇരുന്ന് വെച്ചാൽ ഗുണം കൂടുകയുള്ളൂ. ഇതിൽ നിങ്ങളൊരു ഇരുമ്പിന്റെ ആണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഇട്ട് വെച്ചോളൂ, കുറച്ചും കൂടി കറുത്ത കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഞാനിതൊരു 12-13 മണിക്കൂറായി കേട്ടോ ഈ ഡൈ കലക്കി വെച്ചിട്ട്. അപ്പോൾ ഈ ഡൈ നന്നായി കറുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ എന്താണെന്നറിയോ, ഇപ്പൊ പെട്ടെന്ന് ഇതിങ്ങനെ ഡൈ ഉണ്ടാക്കാൻ കാരണം ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്തതാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ മുടി നന്നായി നരച്ചിട്ടുണ്ട്, എനിക്ക് പുറത്ത് പോകേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ എൻ്റെ അടുത്തുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഗൂഗിളിലും സെർച്ച് ചെയ്തു. ഇനിയിപ്പോൾ ഈശ്വര നാച്ചുറലായിട്ട് വീട്ടിൽ എന്താണ് ഒരു ഡൈ ചെയ്യാൻ പറ്റുക, എനിക്ക് പുറത്ത് പോകും വേണം, മുടി നരയ്ക്കാതെ ഇരിക്കും വേണം. അപ്പൊ ഞാൻ ഇത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളെ ഈ ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക് ഉണ്ടാക്കണത്, എന്നിട്ട് കലക്കി വെച്ചിരിക്കുകയാണല്ലോ ഞാനിത്. അപ്പൊ ഞാൻ ഇതൊന്ന് തേച്ച് നോക്കട്ടെ കേട്ടോ. ഇതിന്റെ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കുളി കഴിഞ്ഞു വന്നിട്ട് പറഞ്ഞുതരാം. ഞാൻ അതിനായിട്ട് ആദ്യം ഇതിൽ പറഞ്ഞിരിക്കണ എണ്ണ തൊട്ട് പുരട്ടാനൊക്കെയാണ്. അപ്പൊ ഞാൻ കുറേശ്ശെ ഇന്നലെ എണ്ണ തേച്ച് കുളിച്ചാണ്, എന്നാലും കുറച്ച് എണ്ണ എടുത്തിട്ട് ഞാനിതിൽ കയ്യിലാക്കി തൊട്ട് പുരട്ടാണ് കേട്ടോ. കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ, എൻ്റെ മുടിയിൽ അത്യാവശ്യം എണ്ണ ഉണ്ട്. കൂടൊക്കെ കെട്ടറുത്തോളൂ കേട്ടോ നിങ്ങളും. ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പുരട്ടാന്ന് കാണിച്ചു തരാണ്ട്. അപ്പം ഓട്ടിലെ കൈൻ്റെ തലപ്പത്തൊക്കെ അത്യാവശ്യം, തലപ്പത്തൊന്നും നരച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ തലപ്പത്തൊക്കെ അങ്ങനെ പുരട്ടാറില്ല കേട്ടോ. ഒരു ഡൈയും പുരട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ കണ്ടോ, ഞാനിത് ഉപയോഗിച്ച് കാണിച്ചു തരാണ്. ഇനി ഇത് എങ്ങനെ ഉണ്ട് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. കണ്ടോ, ഇത് അവര് 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിനിപ്പോ പുറത്ത് പോകുമ്പോ ഇത് തേച്ചിട്ട് ഞാൻ കുളിക്കാതെ പോയി എന്താന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അപ്പൊ അത് കുറച്ച് നനവുള്ള ഇതാണ്.
നമ്മൾ എണ്ണ പാർന്നിട്ടുള്ള ഡൈ അല്ലാത്തതുകൊണ്ട് ഇത് കുറച്ച് നനവുള്ള ഡൈ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണ്ടേ. അപ്പൊ ഇനി ഞാനിത് തേച്ചിട്ട് കുളിച്ചിട്ട് തന്നെയാണ് പുറത്ത് പോണത്. അപ്പൊ എത്രണ്ട് കറക്കും മുടിയെന്ന് എനിക്ക് അറിയണില്ല കേട്ടോ. അപ്പൊ ഞാനിത് തേച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ. ഇനി ഞാനിത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കഴുകിക്കളയേണ്ടത്. അപ്പൊ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. അപ്പൊ നിങ്ങളിത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തിക്കോളൂ. അപ്പൊ ഈ വീഡിയോ ഇത് ഞാൻ ചെയ്തതിന്റെ ഗുണം ഒരു വീഡിയോയിൽ ഇനി പറഞ്ഞു തരണ്ടേ കേട്ടോ. അപ്പൊ ഇനി ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ കുളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്നാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.